കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ പങ്കെടുത്ത ശശി തരൂർ എം പി പുതുപ്പള്ളി, കോട്ടയം, ഏറ്റുമാനൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കായിട്ടാണ് തരൂർ പ്രചരണത്തിന് ഇറങ്ങിയത്. നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒറ്റമുന്നണി UDF ആണെന്നും ഒരു പൊതു കേരളത്തിന് വേണ്ടിയാണ് UDF നിലകൊള്ളുന്നത് എന്നും തരൂർ പറഞ്ഞു. കോട്ടയത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പ്രമുഖ നേതാക്കളെ എത്തിച്ച് പോരാട്ടം കൂടുതൽ ശക്തമാക്കുകയാണ് മുന്നണികൾ. രാഹുൽ ഗാന്ധി എത്തിയതിന് പിന്നാലെ AICC വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരും പ്രചാരണത്തിനായി എത്തിയത് പ്രവർത്തകർക്ക് ആവേശമായി. കോട്ടയം, പുതുപ്പള്ളി, ഏറ്റുമാനൂർ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിലാണ് തരൂർ പങ്കെടുത്തത്. നാളെയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരേയൊരു മുന്നണി UDF ആണെന്ന് പറഞ്ഞ തരൂർ ഒരു പുതുകേരളത്തിന് വേണ്ടിയിട്ടാണ് UDF നിലകൊള്ളുന്നതെന്നും കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നശിപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. അങ്ങനൊരു സർക്കാരിന് തുടരാൻ അവകാശമില്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു. പല കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്. നിങ്ങളെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്പേസ് ടെക്നോളജിയിൽ പ്രൈവറ്റ് സെക്ടറിനെ സ്വീകരിച്ചിട്ടുണ്ട്. കേരളം വീണ്ടും അവരെ സ്വീകരിച്ചിട്ട് 1ാം സ്ഥാനം എത്താൻ സാധിക്കും സ്പേസിൽ. തുമ്പയും VSCCയും ഒക്കെ നമ്മുടെ സംസ്ഥാനത്തായിരുന്നു. ഇന്ത്യയിൽ ആകെ ഒറ്റ സ്പേസ് യൂണിവേഴ്സിറ്റി ഉള്ളത് കേരളത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഇവരെല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് നാനോ സാറ്റലൈറ്റ് ലോഞ്ചേഴ്സ്, ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ്, ഇതൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യത കേരളത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. രാവിലെ ഏറ്റുമാനൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടികളിൽ പങ്കെടുത്ത തരൂർ ഉച്ചയ്ക്ക് ശേഷം പുതുപ്പള്ളി, കോട്ടയം മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കാളിയായി. ജില്ലയിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും റാലികളിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം.